ഹലോ ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മളെ വീട്ടിൻ്റെ ബാക്കിലായിട്ട് ടാങ്ക് വെക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ആ ടാങ്കിൻ്റെ ഭാഗത്തായിട്ട് ഭയങ്കര സൗണ്ടും ബഹളമൊക്കെ ആയിരുന്നു. എന്തൊരു കാര്യമെന്ന് അറിയാൻ പറ്റുന്ന നമ്മുടെ സൈഡിന് ഒരു ചെറിയ ജന്നൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ 2 പട്ടിക്കുട്ടികൾ വന്നിട്ട് ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാണ്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റാത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ലൈറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് കൂരിരുട്ടാണ്, ഭയങ്കര ഇരുട്ടാണ് ആ ഒരു ഭാഗത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ലൈറ്റ് എങ്ങനെയെങ്കിലും നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതാണ് ഇന്നത്തെ വീഡിയോ ഗൈസ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യാനുള്ളതെന്ന് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ചെയ്യാനുള്ളതെല്ലാം മേടിച്ചിട്ടുണ്ട് ഗൈസ്. 10 വാൾട്ടിൻ്റെ LED ലൈറ്റാണ് ഗൈസ് ഇത്. ഇപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള ബോക്സ്. ഇത് ഫ്ലാറ്റാണ് അതിൻ്റെ സ്വിച്ച് വയ്ക്കാനുള്ളത്. മില്യൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. ഇത് പല ടൈപ്പിലുണ്ട്. പിന്നെ 2 സ്വിച്ച് എടുത്തിട്ടുണ്ട് ഇതേപോലത്തെ. ഇപ്പോൾ ഇങ്ങനത്തെ മോഡലൊക്കെ കിട്ടാറുള്ളൂ, അതുകൊണ്ടാണ് എടുത്തത്. പിന്നെ ഇതാണ് ബോക്സ് ചെവരിൽ വയ്ക്കുന്നത്. ഈ ഒരു ഭാഗം കട്ട് ചെയ്യണം. അത് വയർ ഇതേപോലെ കറക്റ്റ് അളവിന് കയറണം. ഇവിടെ വെക്കാനാണ് ഇപ്പോൾ നോക്കണത്. മോട്ടറിൻ്റെ വയർ ഇവിടെ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയും വയർ അതിൽ കൂടെ എടുക്കാം. സ്കെച്ച് വെച്ച് ആദ്യം മാർക്ക് ചെയ്യാം. ഹോൾ അടിക്കാനുള്ള സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ലൈറ്റിൻ്റെ കൂടെ കിട്ടിയാൽ നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാം. ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. വയർ ക്ലിപ്പ് വെച്ച് നമുക്കിത് അടിച്ച് വയ്ക്കാം. ബോക്സ് ഇവിടെ ആയിട്ട് വയ്ക്കാം. ഇതിന് 4 സ്ക്രൂ അടിക്കണം. വെക്കാനായിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് കട്ട് ചെയ്യണം. ഇനി നമുക്ക് സ്ക്രൂ ഇട്ട് വയ്ക്കാം. ഇപ്പുറത്തെ ഇത് നമുക്ക് ഊരിയെടുക്കാം. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇത് 2 ഊരണം. എല്ലാം നല്ലവൃത്തി ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് അടച്ചു വയ്ക്കാം. ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ലവൃത്തി നോക്കിയിട്ട് ചെയ്യുക ഗൈസ്. കാരണം എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാം നല്ലവൃത്തി നോക്കിയേ ചെയ്യാവൂ. മാക്സിമം മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് ഇതൊക്കെ ചെയ്യാവൂ. രാത്രി ഇങ്ങനെ ആയിട്ടില്ല, എന്നാലും അത്യാവശ്യം ഇതാണ് ഇന്നലെ വന്ന പട്ടിക്കുട്ടി. നമുക്കൊന്ന് ഓണാക്കി വെക്കാം ഗൈസ്. എന്നാലും അത്യാവശ്യം വെട്ടമുണ്ട്. നമുക്ക് രാത്രി ഒന്നും കൂടെ ഒന്ന് ഓണാക്കാം, അപ്പം അറിയാം. അത്യാവശ്യം നല്ല വെട്ടമുണ്ട് ഗൈസ്. ഞാൻ വിചാരിച്ചാൽ കട്ടിയൊക്കെ വെട്ടമുണ്ട് അത്യാവശ്യം. പിന്നെ ഇത് 10 വാൾട്ടിൻ്റെ ആണ്, അപ്പോൾ അതിൻ്റെ വെട്ടമുണ്ട്. അപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ലൈറ്റ് എല്ലാം അത്യാവശ്യം നല്ല വെട്ടമൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി പോകാനും അതിനൊക്കെ ഉള്ള വെട്ടമുണ്ട്. ഇത് ഇപ്പോൾ ഇട്ടേക്കണമെന്ന് വെച്ചാൽ ഒരു 10 വാട്ടിൻ്റെ ബൾബാണ് ഇട്ടേക്കണത്. ഒരു LED ബൾബാണ്. നമുക്ക് അതിന് ആവശ്യമുള്ളൂ. അവിടെ അല്ല അധികമായിട്ട് വെട്ടമൊന്നും ആവശ്യമില്ല. ഇനി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത്തിരിയും കൂടെ വെട്ടം വേണമെന്നുണ്ടെങ്കിൽ മാറ്റാൻ കുഴപ്പമില്ല. വയർ അത്യാവശ്യം നല്ല വയറൊക്കെയാണ് ഇട്ടിട്ടുള്ളത്, അതുകൊണ്ട് വിഷയമില്ല. നമുക്ക് അവിടെ ഒരു 15-30 വാട്ട് വരെയുള്ള ബൾബുകൾ ഇടാൻ പറ്റും. പിന്നെ 2 സ്വിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. അത് 2 സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ലൈറ്റിന് വേണ്ടിയുള്ളതും പിന്നെ ഒന്ന് ഞാൻ ഒന്നിലും കൊടുത്തിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് സംശയം തോന്നുന്നു ഞാൻ ഇതിന് 2 സ്വിച്ച് വെച്ചെന്ന്. ഒന്നെന്ന് പറഞ്ഞത് ഞാൻ വേറെ ഒരു ടാങ്കിൻ്റെ ലെവൽ മീറ്റർ അറിയാൻ വേണ്ടിയുള്ള ഒരു സാധനം വെക്കാൻ വേണ്ടിയാണ്.
അപ്പോൾ അത് ഞാൻ ഈ പ്ലാൻ ചെയ്യണമുള്ളത് എങ്ങനെ വെക്കണമെന്ന്. കാരണം നമ്മളെ ടാങ്ക് മുകളിൽ, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, മുകളിലാണ് ഇരിക്കുന്നത് ഒരു ടാങ്ക്. അപ്പോൾ ആ ടാങ്കിൻ്റെ അവിടെ നിന്ന് ഒരു ലെവലിൻ്റെ ഇത് അറിയാൻ വേണ്ടി താഴെ കൊണ്ടുവരാനാണ്. അപ്പോൾ അത്രയും ദൂരം എങ്ങനെ വയർ വലിച്ചുകൊണ്ട് വരണമെന്നൊക്കെ ഉള്ള ഒരു ഇത് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കി അതിൻ്റെ ഏകദേശം ഒരു ഐഡിയയും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും ഗൈസ്. അതുപോലെ സാധനങ്ങളെല്ലാം കിട്ടണം, അതെല്ലാം ഒന്ന് കിട്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ റൂമിൻ്റെ കുറച്ച് വർക്കും കാര്യങ്ങളും നടക്കുന്നുണ്ട്, അതിന് വേണ്ടിയാണ് വയർ മേടിച്ചത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരെയും ബൈ ഗൈസ്.